ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഓവർലാപ്പ് വരുന്ന ഒരു വി കോളർ കുർത്തിയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റാണ്. 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റിന് 160 രൂപയാണ് വില വരുന്നത്. ഇതൊരു അജ്രക് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലോത്തും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ ചുരിദാറിന് മടക്കിയിടുന്ന പോലെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. ഇനി നമ്മളിവിടെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 44 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 46 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മളിനി ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇവിടെ വരുന്നത് 6.25 ഇഞ്ചാണ്. നമ്മളിവിടെ കോളർ ചെയ്യുന്നുണ്ട് 3/4 ഇഞ്ചും കൂടി കൂട്ടി 7.5 ഇഞ്ചിൽ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തു. അത് തന്നെ നമ്മൾ വീണ്ടും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് താഴേക്ക് ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. 40നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്ലിറ്റ് ടൈപ്പ് കുർത്തിയാണ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ച്, സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക 9 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ച്. നമ്മളിവിടെ 1 ഇഞ്ച് മാത്രമാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റ്സും തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി താഴെ ബോട്ടം ഭാഗത്ത് ഞാനിവിടെ വിഡ്ത്ത് എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 12.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി മുകളിൽ നിന്നും താഴേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ താഴത്തെ വിരിവ് കുറച്ചാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3.5 ഇഞ്ചിൽ നിന്നും ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ഈ ലൈൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ സെൻറ്ററിൽ നിന്നും 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിൻ്റെ ഉൾ സൈഡിലൂടെ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിലൂടെ നമുക്കിത് താഴെ വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഫോൾഡിങ് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിവിടെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നെക്ക് വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തത് 3/4 ഇഞ്ചാണ്. എനിക്ക് തോന്നുന്നു 3/4 ഇഞ്ച് എടുത്തിട്ട് കഴുത്തിനോട് അത്ര ചേർന്ന് നിൽക്കുന്നില്ല. നമുക്ക് ആ കോളർ കഴുത്തിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മാത്രം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് 2 ആക്കി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് നെക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് എടുത്തത് ഇവിടെ 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 8 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അവിടെ നിന്നും താഴേക്ക് ഒരു 6 ഇഞ്ചോളമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് 1 ഇഞ്ചും കൂടി താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ മുകളിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ഈ 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്കും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കിട്ടുന്നത്. ഇനി അവിടെ നിന്ന് 1 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ മുകൾ ഭാഗം വരെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്തു.
ഇനി നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പിന്നും കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തുനിന്ന് ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് താഴത്തെ ഭാഗത്തുനിന്ന് വേണം ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്നാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമ്മൾ കുർത്തിയുടെ സെയിം ക്ലോത്തിൽ തന്നെ ഈ നെക്ക് നമ്മളിവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് വശത്തെല്ലാം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ അയൺ ചെയ്ത് എടുത്തിട്ട്. ഇനി ആ സൈഡ് ഭാഗം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. കുർത്തിയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ നെക്കിൻ്റെ സൈഡ് വശം ഞാനിവിടെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ഭാഗം രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ കുർത്തിയിൽ താഴെ വരെ ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമ്മൾ താഴത്തെ ഭാഗം വരെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് അവിടെ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം 2 സൈഡിലേക്കും ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം നമുക്കിതുപോലെ ഉൾസൈഡിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. അപ്പോൾ ആ കോർണർ ഭാഗം എല്ലാം ഒന്ന് പെൻസിൽ ഉപയോഗിച്ചൊന്ന് കുത്തിക്കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നെക്ക് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മൾ ചേർത്ത് വെക്കുക. ഇനി ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ഇവിടെ നമുക്ക് 2 പ്രാവശ്യം ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ട് ഞാനിവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് എനിക്ക് ഈ ബാക്ക് പാർട്ട് നമുക്ക് ഇതുപോലെ 2ആക്കി മടക്കി ഉള്ളിലേക്ക് വെച്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ ബാക്ക് പാർട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴത്തെ വീതി നോക്കാം. താഴത്തെ വീതി വരുന്നത് 1 ഇഞ്ചാണ് ഇവിടെ താഴത്തെ വീതി വരുന്നത്. ഞാനിവിടെ കുർത്തി ഇതുപോലെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആം ഹോളാണ് ഈ ഭാഗം വരുന്നത്. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ താഴത്തുനിന്ന് ഞാനിവിടെ 1.5 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ടാണ് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ഇഞ്ച് വെച്ചാലും മതി. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചൊന്ന് അളന്ന് നോക്കാം. എനിക്കപ്പോൾ 21 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കോളർ വെക്കാനുള്ള ക്രോസ് പീസാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെരിച്ചതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ക്രോസ് പീസാണ് ചെയ്യേണ്ടത്. 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. നമുക്കിവിടെ കോളർ അപ്പോൾ നമുക്കിത് മടക്കി കഴിയുമ്പോൾ 1.5 ഇഞ്ച് കിട്ടും. നമുക്കിവിടെ കോളർ വരുന്നത് 1 ഇഞ്ചിലാണ് കോളർ വരുന്നത്. ബാക്കി നമുക്ക് 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇതുപോലെ 3 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാം. നമുക്ക് ക്രോസ് പീസ് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 ക്രോസ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മുഴുവൻ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 21 ഇഞ്ച് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചുറ്റും വരുമ്പോൾ നമുക്കിവിടെ 42 ഇഞ്ചാണ് നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് യോജിപ്പിച്ച് നോക്കാം. കണ്ട കറക്റ്റ് ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഉൾസൈഡിൽ നിന്നും ഇതുപോലെ 2ആക്കി മടക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് അയൺ ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം.
അപ്പം ഞാനിത് ഈ പീസ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള വരുന്ന ഭാഗം നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഭാഗമാണ് ഇതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മാർക്കിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്, ആ ഭാഗത്തു കൂടെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഇതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. കുറച്ച് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ആ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ചുറ്റും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എഡ്ജ് ഭാഗങ്ങളിലെല്ലാം സൂചി കുത്തി നിർത്തിയിട്ട് നമ്മളിതുപോലെ ഇതിൻ്റെ ഉൾസൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കോളർ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കണമെങ്കിൽ ക്യാൻവാസ് അത്രയും നീളത്തിൽ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് ഇതിൻ്റെ ഉൾസൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ താഴെ എത്തുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഭാഗം കൂടുതൽ വരുന്നുണ്ട്, ആ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിനി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വശം നമ്മളൊന്ന് മാറ്റിയിട്ടിട്ട് വേണം ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. താഴത്തെ ഭാഗം കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഈ ഭാഗത്ത് ഇവിടെ ഒരു പിൻ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരികിലൂടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് വശത്തേക്ക് കുറച്ച് ഭാഗം മാത്രം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 പീസിലും ഇവിടെ സ്റ്റിച്ചിങ് കൊള്ളണം. കുർത്തിയുടെ നെക്ക് വരുന്നത് ഇതുപോലെയാണ്, ഓവർലാപ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് നല്ല ഭംഗിയിൽ നമുക്കിവിടെ കുർത്തി കിട്ടുന്നത്. ഞാനിവിടെ സ്ലീവ് കോളറിൻ്റെ സെയിം കളറിലുള്ള ക്ലോത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് വിടുത്ത് വേണമെങ്കിൽ 3.5 ഇഞ്ച് എന്നുള്ളത് ഒരു 3 ഇഞ്ചാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.